അത് രാത്രി ഒരു 10 മണിയായി കാണും. അപ്പോൾ 2 ഷവർമ മേടിക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ വന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആകെ 2 ഷവർമയ്ക്കുള്ള മീറ്റേ ഉള്ളൂ. നമ്മളത് നേരത്തെ ഓർഡർ എടുത്ത് വെച്ചപ്പോൾ മെൻസിറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവർ വന്ന് ഷവർമ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് ഷവർമ ഇല്ല, അത് ഓർഡറാണ്. അപ്പോൾ ഇവർ ഞാൻ ഷവർമ തരൂലേന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അത് ഓർഡറാണ്, ഞങ്ങൾ ക്യാഷ് വാങ്ങിച്ചു പോയി, അതുകൊണ്ട് വേറെ മാറ്റി തരാൻ പറ്റൂല. അപ്പോൾ അണ്ണൻ ഷവർമ മേക്കർ ഷവർമ എടുത്ത് അതുകൊണ്ട് ഇവിടെ കൗണ്ടർ ലേപ്പിച്ചു, അപ്പുറത്തെ മെൻസിറ്റിയിൽ നിന്ന് പുള്ളി വരുമ്പോൾ കൊടുക്കാനായിട്ട്. ഉടനെ ഇവൻ കൗണ്ടറിൽ കയറി വന്നിട്ട് അത് ഷവർമ, ആ ഷവർമ ഞങ്ങൾക്ക് വേണം, അതിൻ്റെ ആളില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അത് തരാൻ പറ്റത്തില്ല, നമ്മൾ ഓർഡർ എടുത്ത ഷവർമയാണ്, ഞങ്ങളെ വേറെ ഇല്ല, തരില്ല. ആള് നല്ല കുടിച്ചിട്ടുണ്ട്, രണ്ടുപേരും നന്നായി മദ്യപിച്ചിട്ടാണ് വന്നത്, തരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഇവൻ വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. വളരെ മോശം എന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പറയാൻ പാടില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. അത് കേട്ടപ്പോഴത്തേക്ക് ഷവർമ മേക്കർ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് പറഞ്ഞ് എന്തുവാ കടയ്ക്കകത്ത് വന്ന് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ച ഉടനെ എന്നെ വിട്ട് ആ പുള്ളിയുടെ നേർക്കങ്ങായി. ഉടനെ കഴുത്തിൽ പിടിച്ച് പുറത്തോട്ട് വലിച്ചിട്ട് അവിടെ ഷവർമ അരിയുന്ന വലിയ വാളുകണക്കുള്ള കത്തിയുണ്ട്, ആ കത്തി എടുത്ത് ആ പുള്ളിയെ തന്നെ വെട്ടാൻ ശ്രമിക്കുന്നു. ഷവർമ മെഷീന്റെ ബർണർ കമ്പി, അത് സിനിമ സ്റ്റൈലിൽ ബന്യനൂരി കമ്പി വലിച്ചൂരി ബർണർ നശിപ്പിക്കുന്നു. ഷവായ് മെഷീന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു. മൊത്തത്തിൽ കട നശിപ്പിച്ച് എല്ലാവരും സ്റ്റാഫുകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോഴത്തേക്കാണ് 112 വിളിച്ച് പോലീസ് എത്തും മുമ്പ് തന്നെ അടുത്തുള്ളവരൊക്കെ ഓടി വന്നു. അവരൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവന്മാർ ആ കത്തിയും കൊണ്ട് തന്നെ രക്ഷപ്പെട്ട് കളഞ്ഞു. പിറ്റേന്ന് രാവിലെയാണ് പിന്നെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നത്.